കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലിൽ യാത്രാ നിരോധന ലംഘന യാത്ര സംഘടിപ്പിച്ചു. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാതെ ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ സമരം. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മഴ കനക്കുകയും ദേശീയപാതയിലെ നേര്യമംഗലം വനമേഖലയിൽ മരം വീഴ്ച ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നേര്യമംഗലം വനമേഖലയിലൂടെയുള്ള അനാവശ്യ യാത്രകൾക്ക് ജില്ലാ ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യാത്രാ നിരോധന ലംഘന യാത്രയുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കേണ്ടതിന് പകരം ദേശീയപാതയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അടിമാലി ഇരുമ്പുപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ അതുപോലെ ബഹുമാനപ്പെട്ട MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ ഏതാണ്ട് 150ഓളം മരങ്ങൾ വെട്ടുന്നതിന് തീരുമാനമെടുത്ത് DFOയ്ക്ക് കൊടുത്തിട്ട് ഇന്ന് വരെ ഒരു തീരുമാനം അവരുണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഹൈക്കോടതിയിൽ നിന്ന് റവന്യൂ ലാൻഡാണ് എന്ന തീരുമാനം വരികയും എന്നിട്ട് പോലും ഈ മരങ്ങൾ വെട്ടാൻ ഉള്ള അനുവാദം ഈ ജില്ലാ കളക്ടറോ ഈ ഗവൺമെന്റോ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കിതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഗതികേടിലേക്ക് മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ മുഖ്യമന്ത്രിയും മാത്രമാണ്. അടിമാലി മുതൽ ആരംഭിച്ച യാത്രാ നിരോധന ലംഘന യാത്ര നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.